നമസ്കാരം, ഞാൻ ബാലമുട്ടുപാറ. ഇന്ന് ഞങ്ങൾ കിച്ചൺ ബാസ്ക്കറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ചെറിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം, എങ്കിലും നമ്മളെല്ലാം അറിയും എന്ന് പറയുന്നതല്ലേ നമ്മുടെ അഹങ്കാരം. അതുകൊണ്ട് അറിയാത്ത കുറെ വ്യക്തികളുണ്ടാവും. ഇപ്പോൾ പുതുതായിട്ട് ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്ന ആളുകളുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ കാണാനും എന്റെ കയ്യിലുള്ള അറിവ് പകർന്നു തരാനും കൂടി വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പൊ കിച്ചൺ ബാസ്ക്കറ്റ് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയുള്ള എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മുടെ ഇവിടുത്തെ ബാസ്ക്കറ്റിന്റെ നീളം വളരെ ചെറുതാണ്. ഈ നീളം വരുന്നത് നമുക്ക് 18 ഇഞ്ചാണ് നമ്മളുടെ ഇവിടുത്തെ നീളം വരുന്നത്. ഇത് 18-നും പല സൈസിലും കിട്ടും. പിന്നെ നമ്മളിവിടെ കുറഞ്ഞ നീളമാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ കിച്ചന്റെ റാക്കിനടിയിലെ വശം വളരെ ചെറുതായതുകൊണ്ട് നമ്മൾ 18 ഇഞ്ച് വീതി നീളമുള്ള ബാസ്ക്കറ്റുകളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ വീതി വരുന്നത് 17 ഇഞ്ചാണ്. 17 ഇഞ്ചാണ് നമ്മളുടെ ഇവിടുത്തെ ബാസ്ക്കറ്റുകളുടെ വീതി വരുന്നത്. ഒലിവ് എന്ന കമ്പനിയുടെ സ്ലൈഡറാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ ബാസ്ക്കറ്റ് ഫിറ്റ് ചെയ്യാൻ നമ്മൾ ഒലിവ് എന്ന കമ്പനിയുടെ സ്ലൈഡറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ബാസ്ക്കറ്റുകളുടെ സൈഡിൽ നമ്മൾക്ക് ചാനൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകം സെറ്റിംഗ്സ് ഉണ്ടായിരിക്കും. അതിന്റെ കൂടെ തന്നെ നമ്മൾക്ക് ഇതിന് വേണ്ട സ്ക്രൂവും കാര്യങ്ങളും എല്ലാം അവർ പാക്ക് ചെയ്തിട്ട് നമ്മുടെ മുന്നിൽ അതിന് കൂടെ തന്നെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓരോ ബാസ്ക്കറ്റിന്റെ കൂടെയും ഇതിന് ഫിറ്റിംഗ്സിന് വേണ്ട ക്ലിപ്പുകളും സ്ക്രൂകളും അതിന്റെ നെറ്റുകളും എല്ലാം അതിന്റെ കൂടെ തന്നെ ഉണ്ടാവും. സ്ലൈഡർ ഫിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 17 ഇഞ്ച് നമ്മൾ വന്നത് 18 ഇഞ്ച് ഉണ്ടാവും. ഇങ്ങനെയാണ് നമ്മുടെ സ്ലൈഡർ ഫിറ്റിംഗ്സിന് ശേഷം നമുക്ക് വരുന്നത്. ഈ അളവാണ് നമ്മൾ ബോക്സ് അടിക്കുമ്പോൾ എടുക്കേണ്ടത്. നമ്മൾ ഈ സ്ലൈഡറും ബാസ്ക്കറ്റും ചെക്ക് ചെയ്ത് സ്ലൈഡർ ഐമൽ ഫിറ്റ് ചെയ്ത് എന്നിട്ട് നമ്മൾ പുറം വരുന്ന അളവാണ്. അപ്പോൾ 17 ഇഞ്ചായിരുന്നു നമ്മുടെ ബാസ്ക്കറ്റിന്റെ വീതി ഉണ്ടായിരുന്നത്. പിന്നെ അതിലൂടെ 1 ഇഞ്ചാണ് നമ്മൾ നല്ല ബ്രാൻഡഡ് കമ്പനികളുടെ സ്ലൈഡറെല്ലാം 1 ഇഞ്ചാണ് വരുന്നത്. ആ 1 ഇഞ്ചും ഈ 17 ഇഞ്ചും കൂടി കൂട്ടി 18 ഇഞ്ചാണ്. അതിലാണ് ഇനി നമ്മൾ ബോക്സുകൾ ഉണ്ടാക്കേണ്ടത്. ബോക്സ് എല്ലാം ഞങ്ങൾ മുന്നേ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബാസ്ക്കറ്റ് ചെക്ക് ചെയ്ത് അതിന്റെ ചാനലെല്ലാം ഫിറ്റ് ചെയ്ത് അതിന്റെ കറക്റ്റ് വീതി നോക്കിയിട്ട് ബോക്സ് എല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വരുന്നത് 4 ബാസ്ക്കറ്റും ഒരു പുൾ ഔട്ടുമാണ്. പുൾ ഔട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ നമുക്ക് വലിയ ബോട്ടിലുകളും വലിയ കുപ്പികളും വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണിത്. ഇതിന് 4 സ്ലൈഡർ ഫിറ്റ് ചെയ്യുന്നതിനുള്ള ഇത് ഫിറ്റിംഗ്സ് കമ്പനി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നതിനകത്തെല്ലാം 4 സ്ലൈഡറും വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഫിറ്റ് ചെയ്യാറ്. പല ആളുകളും 1 സൈഡ് ഫിറ്റ് ചെയ്യുന്നതാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഞാൻ അതിനൊന്നും അഭിപ്രായങ്ങളൊന്നും പറയാൻ ഞാനായിട്ടില്ല. എങ്കിലും ഞങ്ങളിത് ചെയ്യുമ്പോൾ കമ്പനി കൊടുത്ത അതേ രീതിയിലൂടെ തന്നെ 4 സ്ലൈഡറും ഫിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത് ബോക്സിലേക്ക് സെറ്റ് ആക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ അളവും കാര്യങ്ങളും അനുസരിച്ച് കസ്റ്റമറുടെ ആവശ്യാനുസരണം ബാസ്ക്കറ്റുകളെല്ലാം തിരഞ്ഞെടുത്ത് അതാത് ബോക്സിലേക്ക് ഫിറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിന് ഫേസ് വെക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അതിന് ഫേസ് വെക്കാൻ വേണ്ടി പ്രത്യേകം അതിന്റെ മുന്നിൽ തന്നെ ഫിറ്റിംഗ്സുകൾ ഉണ്ടായിരിക്കും. ഓരോ ബാസ്ക്കറ്റിന്റെ മുന്നിലും അതിന്റെ സ്ക്രൂ വെക്കാനുള്ള ഹോൾസും കാര്യങ്ങളും ക്ലിപ്പുകളും കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. ഞങ്ങളുടെ 4 ബാസ്ക്കറ്റും ഒരു ഫുള്ളൗട്ടുമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ചാനലിൽ നിന്ന് അഴിക്കേണ്ട വരുന്നത് നിങ്ങൾക്ക് അറിയാലോ, ഈ ഒരു ക്ലിപ്പിങ്ങിലാണ്. അപ്പോൾ ഒരു സൈഡ് മേലേക്ക് പൊക്കാനാണെങ്കിൽ മറുവശം കീഴേക്ക് താഴ്ത്താനാവും ഈ ക്ലിപ്പ് ഉണ്ടാവുക. ഇതിനനുസരിച്ച് വേണം നമ്മൾക്കത് അഴിച്ചിരിക്കാം. ഇനി ഫേസ് എല്ലാം വെച്ചിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള വീഡിയോ അടുത്ത ഭാഗം ഞാൻ ഇടുന്നതാണ്. ഓക്കെ, താങ്ക് യു.